കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കും. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കും. നമ്മുടെ കണ്ണിനെ കണ്ണുനിരുന്നും കാലിനെ വീഴ്ചയിൽ പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിച്ച ജീവനുള്ള ദൈവത്തിന് നന്ദി പറയാം. നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം. അപ്പോൾ കഴിഞ്ഞ നാളുകൾ സ്വസ്ഥത നഷ്ടപ്പെട്ട ഒത്തിരി സമയങ്ങളുണ്ട്. അവിടെ സ്വസ്ഥത നൽകിയൊരു ദൈവമുണ്ട്, വിടുതൽ നൽകിയൊരു ദൈവമുണ്ട്, സൗഖ്യം നൽകിയവനുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, വീണ്ടും എൻ്റെ മനസ്സേ നീ സ്വസ്ഥമായിരിക്കാൻ. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഉപകാരം ചെയ്യുന്ന ഒരു ദൈവം ഇന്നുമുണ്ട് കേട്ടോ. മറ്റൊരു എഴുതിയിരിക്കുന്നു, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? വീണ്ടും ജീവിപ്പിക്കുന്ന ഒരു ദൈവമാണ്. എന്തിനാ? അവിടുത്തെ ജനം നമ്മെ നദിയിലേക്ക് ഇറക്കാൻ, അവിടുത്തെ ജനമായ നമ്മെ സന്തോഷിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേൽക്കും, നമ്മൾ നടക്കും, നമ്മൾ ജീവിക്കുമെന്ന് മറ്റൊരിടത്ത് വായിക്കുന്നു. 71 സങ്കീർത്തനം പഠിക്കുമ്പോൾ അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും കാണുമാറാക്കിയവൻ വീണ്ടും ജീവിപ്പിക്കും. ഇല്ലാതാക്കുമെന്നല്ല, നഷ്ടപ്പെട്ടു പോകുമെന്നല്ല. ദാവീദിൻ്റെ പ്രസ്താവന അനുസരിച്ച് പറഞ്ഞാൽ, ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. മൗനമായിരിക്കാതെ സ്തുതി പാടാൻ ദൈവം എനിക്ക് നൽകിയ വിടുതലുകൾ ഞാൻ ഓർക്കും. വിടുതൽ ലഭിച്ചവർ മൗനമായിരിക്കില്ല, അവർ ദൈവത്തിന് മഹത്വം കരേറ്റിക്കൊണ്ടിരിക്കും. നഷ്ടകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ കയറ്റിയില്ലേ? ഗമനത്തെ സ്ഥിരമാക്കിയില്ലേ? പാറമേൽ നിർത്തിയില്ലേ? വായിൽ നൽകിയ പുതിയ പാട്ടിനായി ഇന്ന് പകൽ നന്ദി പറയാം. സങ്കടങ്ങളില്ലാഞ്ഞിട്ടല്ല, വേദനകൾ വരാഞ്ഞിട്ടല്ല, അതിൻ്റെ നടുവിലും നൃത്തം ചെയ്യുവാൻ, പാട്ടുപാടുവാൻ, ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത് ഒരു യഥാർത്ഥ ആത്മീകന് മാത്രമേ ഉള്ളൂ. അവൻ പറയും, ഞാൻ പതറുകയില്ല. കർത്താവിൻ്റെ കൂടെയുണ്ട്. യോസഫ് ഫലപ്രദമായൊരു മുന്തിരിവള്ളി എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. കാരണം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ യോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പോയിടത്തെല്ലാം ദൈവം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്നു പകലിലും ആരും കൂടെയില്ലെങ്കിലും നമ്മുടെ ദൈവം കൂടെ ഉണ്ടായപ്പോരെ. ചിലർ പറയാറുണ്ട്, ദൈവം മാത്രമേ എനിക്കുള്ളൂ. അതുപോലെ ബാക്കി എല്ലാവരും ഉണ്ടായിട്ട് ദൈവം ഇല്ലെങ്കിൽ നമ്മൾ -0. മറിച്ച് എല്ലാവരും കൂടെ ഉണ്ടായ സത്യമാണ്. പറഞ്ഞതുപോലെ എല്ലാവരും സംവിധാനങ്ങളും നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ ദൈവം മാറി നിന്നാൽ നമ്മൾ തീർന്നു. ആരുമില്ലാതിരിക്കെ, ആരും സംസാരിക്കാതിരിക്കെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. സർവശക്തനല്ലേ, നിർമ്മിച്ചവനല്ലേ, അഖിലാണ്ടത്തിൻ്റെ ഉടയവനല്ലേ, മരണത്തെ ജയിച്ചവനല്ലേ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായനല്ലേ, ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ, അടഞ്ഞതിനെ തുറക്കുന്നവനല്ലേ കൂടുള്ളത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയല്ലേ കൂടെയുള്ളത്. പിന്നെ പേടിക്കണ. ആ കർത്താവ് കൂടെയുണ്ടെങ്കിൽ ധൈര്യത്തോടെ പറ, ഞാൻ ഭയപ്പെടത്തില്ല. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും. അത് ദാവീദ് ഉറപ്പായിട്ട് പറയുന്നത്. എത്ര സൈന്യം വന്നാലും ഞാൻ ഭയപ്പെടത്തില്ല, ദൈവം എൻ്റെ കൂടെയുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത് അധ്യായം അതിൻ്റെ 39-ാമത് വാക്യം നമുക്കെല്ലാം വളരെ അറിവുള്ളതാണ്. അവൻ അവരോട് വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു. അന്ന്
അവനോടുകൂടെ പാർത്തു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവിടുന്ന് മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ജീവൻ ഉള്ള കർത്താവ്, ജീവിപ്പിക്കുന്ന കർത്താവ്, അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പം അവൻ്റെ നിറവ്, അപ്പം 1 ജീവനുള്ളവൻ, 2 വെളിച്ചമായവൻ, 3 നിറയ്ക്കുന്നവൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന ചിന്ത മറന്നു പോകരുത്. നിറയ്ക്കുന്നവൻ, അവൻ്റെ നിറവിൽ നിന്ന്. ഈ പകൽ ഏതൊക്കെ വിഷയത്തിൽ നിറവ് വേണോ, ആ നിറവ് ഇന്ന് പകൽ നമ്മളിലേക്ക് വെളിപ്പെടുത്തും. നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. യേശു തൻ്റെ 2 ശിഷ്യന്മാരുമായി നിൽക്കുമ്പോൾ യേശുവിനെ നോക്കിയിട്ട് പറയുകയാണ്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് കടന്നു പോകും. ഇതാ 2 ശിഷ്യന്മാർ കേട്ടിട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവരുടെ മറുപടി, അവർ റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അതിൻ്റെ മറുപടിയാണ് യേശു പറഞ്ഞത്. അവൻ അവരോട് വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഈ പകൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് വന്ന് കാൺമീൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം വന്ന് കാൺമീൻ. ദൈവം ഒരുക്കിയത് വന്ന് കാൺമീൻ. തുറന്നത് വന്ന് കാൺമീൻ. ദൈവത്തിൻ്റെ മഹത്വം വന്ന് കാൺമീൻ. വരാൻ തയ്യാറാകുമെങ്കിൽ ഇതുവരെ കാണാത്തത് ദൈവം നിങ്ങളെ കാണിക്കും. സ്വർഗം തുറന്നിരിക്കുന്നത് യോഹന്നാൻ കണ്ടു. വെളിപ്പാട് പുസ്തകത്തിൽ ആത്മവിവശതയിലായവൻ സ്വർഗം തുറന്നിരിക്കുന്നത് കാണും. യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നവൻ ആർക്കും കാണാത്ത ആത്മീക മർമ്മങ്ങൾ വെളിപ്പെടുന്നത് കാണാനിടയായിത്തീരും. ഇതുവരെ നടക്കാത്ത ചില വിഷയത്തിന്മേൽ ദൈവമുമ്പാകെ മുട്ടുകുത്താൻ തയ്യാറാകുമെങ്കിൽ, കർത്താവിനോട് ചേർന്ന് വസിക്കാൻ തയ്യാറാകുമെങ്കിൽ, നീ പോലും ചിന്തിക്കാത്ത ചില ദൈവപ്രവർത്തികൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വെളിപ്പെടുന്ന പ്രത്യേക മിനിറ്റുകളത്രേ. നാളുകൾ തടയപ്പെട്ടെങ്കിൽ ഈ പകൽ ചേരേണ്ടവനോട് ചേർന്ന് നിന്ന് ആത്മാവിൽ ശക്തിയോടെ അടുത്തു നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. വന്നു കാൺമേൻ. ദൈവം ഒരുക്കിയത്, ദൈവം തുറന്നത്, ദൈവം നടത്തുന്നത്, ദൈവം തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചത്. യെസ്, കരയിൽ കരുതൽ എൻ്റെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി കരുതി വെച്ചു. രാത്രിയിൽ മൊത്തം മീൻ പിടിച്ച് ആ തണുപ്പിനാൽ വലഞ്ഞ് ശരീരം ക്ലേശിക്കപ്പെട്ടപ്പോൾ അവർ പറയാതെ അവർക്ക് വേണ്ടി ചൂടോടെ ഫ്രഷായത് കരയിൽ ഒരുക്കി വെച്ചെങ്കിൽ വന്ന് ഭക്ഷിപ്പീൻ. കേട്ടോ, ഈ പകൽ അടുത്തു വരുവീൻ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. നിങ്ങളുടെ ക്ഷീണങ്ങൾ മാറ്റുന്ന, ബലഹീനമായ അവസ്ഥയിൽ നിങ്ങളെ പുഷ്ടിപ്പെടുത്തുന്ന, ആത്മാവിൽ ശക്തീകരിക്കുന്ന അനോയിൻറ്റിങ് കൈമാറുവാൻ എൻ്റെ ദൈവത്തിന് ഇന്നും പകലിലും പ്രസാദമുണ്ട്. പക്ഷേ ചെല്ലാൻ തയ്യാറാകണം. വന്ന് കാൺമീൻ, അടുത്ത് ചെല്ലുവിൻ. ചെന്നാൽ ചിലത് കാണും. വരുന്നവർ കാണും. കേട്ടോ, വന്ന് കാൺമീൻ. വരുന്നവർക്കേ കാണുവാൻ പറ്റുകയുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കേ മഹത്വം വെളിപ്പെടുന്നത് കാണാൻ പറ്റുള്ളൂ. കേട്ടോ, ഒത്തിരി പേർ അവിടെയൊക്കെ ഉണ്ട്. പക്ഷേ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട വിശ്വസിക്കാൻ തയ്യാറായപ്പോഴാണ് ശക്തി പുറപ്പെട്ടത് അവൾ കണ്ടത്. ഒത്തിരി പേര് തൊട്ട് കാണും. പക്ഷേ
തൊടുന്നവരെ, വിശ്വാസത്തോടെ തൊടുന്നവരെ ശക്തിയുടെ പ്രദർശനശാലയായി അവരുടെ ശരീരം മാറുന്നത് അറിയത്തുള്ളൂ. ഈ പകൽ വരുവീൻ, അടുത്തു വരുവീൻ, കർത്താവിനോട് അടുത്ത് ചെല്ലുവീൻ, അവൻ നിങ്ങളോട് അടുത്ത് വരും. ദൈവ സാന്നിധ്യം നിങ്ങളുടെ അകത്തേക്ക് അടുത്ത് വന്നാൽ ഇരുളിൻ്റെ വ്യാപാരങ്ങൾ ഓടിപ്പോകും. അസാധാരണ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു വരും. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ എഴുന്നേൽക്കും. അടഞ്ഞ ഡോറുകൾ ഓപ്പണായി വരും. അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ, ഇരുളിൻ്റെ മേൽ ഈ പകൽ ജയമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ വന്നു കാൺമീൻ. വരാൻ തയ്യാറാകുമെങ്കിൽ കാണുന്നത് ശ്രേഷ്ഠകരമായിരിക്കും. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അവർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത് ഈ പകൽ തൻ്റെ ജനത്തെ കാണിച്ച് ശ്രേഷ്ഠകരമായ പാന്താവിലൂടെ നിങ്ങളെ നടത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ശക്തി, അറക്കപ്പെട്ട കുഞ്ഞാട്, തകർക്കപ്പെട്ട കുഞ്ഞാട് ജയം പ്രാപിച്ചു വന്നെങ്കിൽ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും പൊട്ടിക്കാൻ യോഹന്നാനെ അവിടുന്ന് ജയം പ്രാപിച്ചു വന്നു. നീ കാണുവേൻ. പലയിടത്തും നീ നോക്കി കാണാൻ, തുറക്കാൻ ആരെയും അന്വേഷിച്ചു കണ്ടെത്തിയില്ല. പക്ഷേ മുപ്പന്മാരിൽ ഒരുത്തൻ വന്ന് പറയുകയാണ്, യോഹന്നാനെ നീ കരയണ്ട, വന്ന് കാൺമീൻ. അറുക്കപ്പെട്ട കുഞ്ഞാട് ജയം പ്രാപിച്ചു നിൽക്കുന്നു. പുസ്തകം തുറക്കാൻ, മുദ്രകളെ പൊട്ടിക്കാൻ വരുവീൻ, കാണുവീൻ. ഇന്ന് പകൽ പൊട്ടിക്കേണ്ടതിനെ പൊട്ടിക്കാൻ, തുറക്കേണ്ടതിനെ തുറക്കാൻ, അഴിച്ചു വിടേണ്ടതിനെ അഴിച്ചുവിടാൻ, എത്തിക്കേണ്ടതിനെ എത്തിക്കാൻ, ബലപ്പെടുത്തേണ്ടതിനെ ബലപ്പെടുത്താൻ, ആത്മാവിൽ പണിയേണ്ടതിനെ പണിയാൻ ശക്തി നൽകാൻ ഈ പകൽ കുഞ്ഞാട് ജയം പ്രാപിച്ചിരിക്കുന്നു. വന്നു കാൺമീൻ, അടുത്തു വരുവിൻ. അടുത്തു വരുന്നവർ അത്ഭുതങ്ങൾ കാണും. മറിയേ, പ്രതികൂലങ്ങളെ വകവയ്ക്കാതെ കല്ലറയിലേക്ക് ചെന്ന ഒന്നും ചിന്തിക്കാതെ, സാഹചര്യങ്ങളും ഇരുട്ടും തന്നെ തളർത്താതെ മുമ്പോട്ട് പോയെങ്കിൽ അവൾക്ക് പറയാൻ പറ്റും, ഞാൻ വന്ന് കണ്ടതാണ്, എന്നോട് സംസാരിക്കുന്നു, എൻ്റെ പേര് വിളിച്ചവനെ ഞാൻ കണ്ടതാണ്. ചെന്നപ്പോഴാണ് കണ്ടത്. ഈ പകൽ ചെല്ലുന്നവർ, പ്രാർത്ഥനാമുറിയിൽ മുട്ടുമുടക്കുന്നവർ ദൈവശക്തി അനുഭവിക്കാൻ പോകുക, കാണേണ്ടത് കാണാൻ പോകുക. അകക്കണ്ണുകൾ തുറക്കൂ. ദൈവിക വെളിപ്പാടുകൾ നിങ്ങൾ കാണാൻ പോകുന്നു. ദർശനങ്ങൾ കാണാൻ പോകുന്നു. ആത്മാവിൻ്റെ അനോയിന്റിങ് ഇന്ന് പകൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയെ തടയുന്ന മണ്ഡലങ്ങൾ ഈ പകൽ ശാസിക്കപ്പെടുന്നു. വന്നു കാൺമീൻ. കർത്താവിനോടുകൂടെ അവർ പാർത്തു. അങ്ങനെ പാർക്കുന്നവർ ദൈവശക്തി അനുഭവിക്കും. കൃപമേൽ കൃപ വ്യാപരിക്കുന്നു. വന്നു കാൺമീൻ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നു പകലിലും ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠയാലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വന്ന് കാൺമീൻ എന്ന് പറയുന്ന ദൈവശബ്ദം വരാൻ തയ്യാറായവർ കാണേണ്ടത് കണ്ടു. അകക്കണ്ണുകൾ തുറന്നു. ബലം കൽപ്പിക്കപ്പെട്ടു. സ്വർഗം തുറന്നിരിക്കുന്നത് പലരും കണ്ടതുപോലെ ഈ പകൽ അടുത്തു ചെല്ലുന്നവർ, ആത്മവിവക്ഷതയിലാകുന്നവർ, പ്രാർത്ഥിക്കുന്നവർ കാണേണ്ടത് ഈ പകൽ കാണുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിൽ വത്സല സഹോദരങ്ങളെ, വന്ന് കാൺമീൻ. ദൈവത്തോടടുത്ത് ചെല്ലുവേൻ. ദൈവസാന്നിധ്യം അനുഭവിപ്പീൻ. ശ്രേഷ്ഠകരമായത് ദൈവം നമ്മെ കാണിക്കും. ഈ വചനങ്ങളാൽ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.